ഇന്ന് നമുക്ക് ഇന്ത്യൻ സ്റ്റൈലിൽ മസാലയൊക്കെ ചേർത്ത് ഒരു സ്പഗട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ആദ്യം നമുക്ക് സ്പഗട്ടി കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് സ്പഗട്ടി ചേർത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അതിനായിട്ടൊരു പാനിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സവാള ചേർക്കാം. ഞാനിവിടെ 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ സ്പഗട്ടി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയണം. ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ ഇതുപോലെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സവാള വഴറ്റിയതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. അതിനുശേഷം നമുക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ 3 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സ്പഗട്ടി വെള്ളമൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പഗട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പഗട്ടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കുഴഞ്ഞു പോവാതെ നമുക്ക് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ സൈഡും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ സ്പഗട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോവാതെ നമ്മുടെ സ്പഗട്ടി നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.